ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേർണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സും അതിനുള്ള ഉത്തരങ്ങളും തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും, പക്ഷേ അവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവർക്ക് കൂടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, ഹായ് മാം, എനിക്ക് ബ്രൗൺ ഡിസ്ചാർജിനൊപ്പം ഇടയ്ക്ക് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവുന്നതിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം എനിക്ക് റിപ്ലൈ തന്നിരുന്നു. ബട്ട് ഇന്നലെയും ഇന്നുമായി എനിക്ക് ഡിസ്ചാർജിൻ്റെ കൂടെ ബ്ലഡ് കുറച്ചധികമായി കാണുകയും സ്കാനിങ് എടുക്കുകയും ചെയ്തു. ബ്ലീഡിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയും കുറച്ച് ദിവസം ഉണ്ടാകാം എന്നും പറഞ്ഞു. ബേബി ഓക്കെ ആണെന്നും ഹാർട്ട് ബീറ്റ് ആൻഡ് ഗ്രോത്ത് നോർമലാ എന്നും പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ടിൽ സബ് കൊറിയോണിക് ബ്ലീഡ് നോട്ടഡ് എന്നാണ്. എന്താണ് സബ് കൊറിയോണിക് ബ്ലീഡിംഗ്? അബോർഷൻ ആകാൻ ചാൻസ് ഉണ്ടോ മാം? പേടിയാവുന്നു. പ്ലീസ് റിപ്ലൈ മീ മാം. ഞാൻ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായി. സബ് കൊറിയോണിക് ഹെമറേജ് എന്താണെന്ന് പറഞ്ഞാൽ, സബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ താഴെ, കൊറിയോണിക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ 4 ഭാഗത്തുള്ള സാക്ക്, ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ്. അപ്പോൾ കൊറിയോണിക് ലെയറിന്റെ താഴെ ഉണ്ടാവുന്ന ബ്ലീഡിംഗ്, പ്ലാസിന്റെയും യൂട്രസിന്റെയും ഇടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിനെയാണ് സബ് കൊറിയോണിക് ബ്ലീഡിംഗ് അല്ലെങ്കിൽ സബ് കൊറിയോണിക് കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് 2 തൊട്ട് 3% പ്രഗ്നൻസിയിലും കാണുന്നതാണ്. പിന്നെ ആദ്യമേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സബ് കൊറിയോണിക് ഹെമറേജ് ഉള്ളതുകൊണ്ട് ഈ പ്രഗ്നൻസി നഷ്ടപ്പെടും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സബ് കൊറിയോണിക് ഹെമറേജിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലീഡിംഗ് എത്രമാത്രം കൂടുതലുണ്ട് അതനുസരിച്ചാണ് റിസ്ക്. ഏജ് കൂടുതലുണ്ടെങ്കിൽ അപ്പോഴും റിസ്ക് കൂടുതലാണ്. പിന്നെ ആദ്യത്തെ ആഴ്ചകളിലൊക്കെയാണ് സബ് കൊറിയോണിക് ഹെമറേജ് ഉള്ളതെങ്കിൽ അപ്പോൾ റിസ്ക് കുറവാണ്. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ട് ഇതിൻ്റെ സിംറ്റംസ് കൂടെ പറയാം. ചെറുതായി നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാം. ചിലപ്പോൾ ചിലവർക്ക് ഒന്നും കാണില്ല, ഒരു ബ്ലീഡിംഗ് പോലും കാണില്ല. പക്ഷേ സോണോഗ്രഫിയിലായിരിക്കും ആദ്യമായി സബ് കൊറിയോണിക് ഹെമറേജ് എന്നുള്ളത്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയും ഈ കണ്ടീഷൻസിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ആദ്യമേ ഡോക്ടേഴ്സ് തന്ന പ്രൊജസ്ട്രോൺ സപ്പോർട്ട് ടാബ്ലറ്റ് എന്തായാലും മിസ് ചെയ്യാതെ തന്നെ എടുക്കണം. അത് മറക്കരുത്. നിങ്ങൾക്ക് സബ് കൊറിയോണിക് ഹെമറേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു തരത്തിലുള്ള എക്സേർഷൻസും ഫിസിക്കൽ സ്ട്രെയിനുമുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല. ഇത്രയൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ, ഇത്രയൊക്കെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമുക്ക് സബ് കൊറിയോണിക് ഹെമറേജ് കൊണ്ടുണ്ടാവുന്ന റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ കെയർ ചെയ്താൽ മാത്രം മതി. അടുത്ത ചോദ്യമാണ്, മാം IVF പോസിറ്റീവ് ആണ്. ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മറുതാഴിയാണെന്ന്. പ്രോബ്ലം വല്ലതും ഉണ്ടോ? അപ്പോൾ പ്രഗ്നൻസിയുടെ ഏർലി വീക്സിൽ, അതായത് 12 തൊട്ട് 20 ആഴ്ചകളിലൊക്കെ യൂട്രസ് ഒരുപാട് ചെറുതാണ്. അപ്പോൾ അതിൽ വളരുന്ന കുഞ്ഞിനെയും പ്ലാസിൻ്റെയും ഒരുമിച്ച് കൈക്കൊള്ളണം. അപ്പോൾ ചില ആളുകളിൽ മാത്രം പ്ലാസിൻ്റെ യൂട്രസിൻ്റെ ലോവർ സെഗ്മെൻറ്റിൽ അറ്റാച്ച് ആകും. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ ലോ ലൈൻ പ്ലാസിൻ്റ അല്ലെങ്കിൽ മറുതാഴെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് വളരെ റെയർ കണ്ടീഷനോ അബ്നോർമൽ കണ്ടീഷനോ ഒന്നും തന്നെയല്ല. അത് വളരെ നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. റിലാക്സ് ആയിട്ടിരിക്കുക. കാരണം യൂട്രസ് ഗ്രോ ആയി എക്സ്പാൻസ് ആകുമ്പോൾ അത് പ്ലാസിൻ്റെനെ പുൾ ചെയ്യും മേളിലോട്ട്. അപ്പോൾ പ്ലാസിൻ്റെയുടെ പൊസിഷൻ ലോവർ സെഗ്മെന്റിൽ നിന്ന് അപ്പറിലോട്ട് മൂവ് ആകും. ചില % ആളുകളിൽ മാത്രമേ ഈ ലോ ലൈൻ പ്ലാസിൻ്റെ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3rd ട്രൈമസ്റ്ററിലും ഇരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ സ്ട്രെയിനിങ് അവോയ്ഡ് ചെയ്യുക. കാരണം അവർക്ക് ബ്ലീഡിംഗ് ചാൻസസ് കൂടുതലാണ്. ലോ ലൈൻ പ്ലാസിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് ലോ ലൈൻ പ്ലാസിൻ്റെ അറ്റ് ദ റേറ്റ് ഓഫ് മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേർണി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറിക്കിട്ടും. അടുത്ത ചോദ്യമാണ്, നോർമൽ പ്രഗ്നൻസി 3.89. അപ്പോൾ നോർമൽ പ്രഗ്നൻസി 3.89 എന്ന് പറയുന്നത് പ്രഗ്നന്റ് അല്ല. ബീറ്റ HCG വാല്യൂ 3.89 എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. അടുത്ത ചോദ്യമാണ്, എൻ്റെ ഡേറ്റ് 14 ചേച്ചി,
പീരീഡ്സ് ആയില്ല, ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ് ആണ്, സിംറ്റംസ് ഉണ്ട്. അപ്പോൾ സിംറ്റംസ് ഉള്ളത് കൊണ്ടും പീരീഡ്സ് ഇതുവരെ ആകാത്തത് കൊണ്ടും തീർച്ചയായിട്ടും വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബ്ലഡിൽ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും. വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഫോളിക് ആസിഡിൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ടാബ്ലറ്റ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഇനിയും വാല്യൂ നെഗറ്റീവ് ആണെങ്കിലും അപ്പോഴും ഡോക്ടറെ കാണിക്കണം. കാരണം എന്തുകൊണ്ടാണ് പീരീഡ്സ് ആകാത്തത് അത് നമുക്ക് അറിയാനുണ്ട്. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് അടുത്ത മന്ത് IVF ഇഞ്ചക്ഷൻ തുടങ്ങും, ഫുഡ് എന്തൊക്കെ ശ്രദ്ധിക്കണം ഒന്ന് പറഞ്ഞു തരുമോ? നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ എല്ലാ ഫുഡ് ഐറ്റംസും സേഫ്ലി തന്നെ കഴിക്കാവുന്നതാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓയിൽ അടങ്ങിയ ഫുഡ് ഐറ്റംസ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെളിയിലത്തെ ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതെല്ലാം മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം IVF എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കി നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും 100% സേഫ്ലി തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ IVF സക്സസ് ആകുന്നത്. IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും നമ്മൾ ഡയറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡയറ്റിൽ സ്പെഷ്യലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. അടുത്ത ഒരു ചോദ്യമാണ്, എനിക്ക് ഓവുലേഷൻ കഴിഞ്ഞു, അടിവയറിൽ കനം പോലെയുണ്ട്, പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ടോ? അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞത് കൊണ്ടും അടിവയറിൽ കനം പോലെ തോന്നുന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രഗ്നന്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം ഓവുലേഷൻ കഴിഞ്ഞ ആ ഒരു സമയത്തും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ട് എങ്കിലും, അതായത് നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ ഒരു സിംറ്റം ഉണ്ടാകാം. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് സിംറ്റം ഉണ്ടായതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടോ, നമ്മൾ പ്രഗ്നന്റ് ആയോ എന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ പീരീഡ്സ് മിസ്സായതിനു ശേഷം നമ്മൾ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ബ്ലഡിലും ചെയ്യാം, അതുപോലെ തന്നെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലും ചെയ്യാം. അപ്പോൾ അതിനുശേഷം റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സിംറ്റം നോക്കി നമുക്ക് ഒരു ഊഹം ലഭിക്കും. പക്ഷേ കൺഫേം ആക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കി പോസിറ്റീവ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യമാണ്, മാരേജ് കഴിഞ്ഞ പേഴ്സണ് ഡൊണേറ്റ് ചെയ്യാമോ, കുഞ്ഞുണ്ടാകണം എന്നുണ്ടോ? അപ്പോൾ എഗ് ഡൊണേഷന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എഗ് ഡൊണേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇനി പറഞ്ഞു തരാം. ആദ്യത്തെ പോയിന്റ് ആണ്, എഗ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് 21 തൊട്ട് 36 വയസ്സിന്റെ ഇടയ്ക്കായിരിക്കണം. പിന്നെ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറലി ഉണ്ടായിരിക്കണം. അടുത്ത ഒരു പോയിന്റ് ആണ്, ഫിസിക്കലി എല്ലാ കണ്ടീഷൻസും, അതായത് ഹെൽത്ത് ഒക്കെ അവർക്ക് ഓക്കെ ആയിരിക്കണം. നാലാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ്, ജെനറ്റിക് ആയോ ഹെറിഡിറ്ററി ആയോ ഒരു അസുഖവും കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിന് അവർക്ക് ഉണ്ടായിരിക്കാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിലാണ് എഗ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എഗ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് നോക്കുക. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാകും. അടുത്ത ചോദ്യമാണ്, HCG 48 പോസിറ്റീവ് ആണോ പീരീഡ്സ് മിസ്സായി 1 ഡേ? അപ്പോൾ HCG 48 പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് HCG ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഓരോ 48 മണിക്കൂറിലും HCGയുടെ വാല്യൂ ഡബിൾ ആകുകയാണ് ഹെൽത്തി പ്രഗ്നൻസിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാല്യൂ ഡബിൾ ആകുന്നുണ്ടോ, നമ്മുടെ ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് ഒരു പ്രാവശ്യം കൂടി HCGയുടെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് 11th നോർമൽ അബോഷനായി 3 വീക്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, നെക്സ്റ്റ് പ്രഗ്നൻസി എനിക്ക് എപ്പോഴാണ് നോക്കാൻ പറ്റുന്നത്? അപ്പോൾ അബോഷന് ശേഷം അടുത്ത പ്രഗ്നൻസി എപ്പോഴാണ് നോക്കാൻ സാധിക്കുന്നതെന്ന് നമ്മുടെ ഓരോ പേഴ്സണൽ കണ്ടീഷൻ അനുസരിച്ചാണ് പറയുന്നത്. നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണ്, അത് ഫിസിക്കൽ ഹെൽത്ത് ആയാലും മൈൻഡ് ആയാലും എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു പീരീഡ്സിന് ശേഷം, ഒരു നോർമൽ പീരീഡ്സിന് ശേഷം അടുത്ത സൈക്കിളിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നോർമലി 2 പീരീഡ്സ് ആണ് പറയുന്നത്, അതായത് 2 സൈക്കിൾ ആണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഒന്ന് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം അടുത്ത സൈക്കിൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അബോഷന് ശേഷം നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുന്നതെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നതെന്നും നമുക്ക് എപ്പോഴാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നതെന്നും നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എപ്പോഴാണ് നോക്കേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. കെയർ ആഫ്റ്റർ അബോഷൻ അറ്റ് ദ റേറ്റ് ഓഫ്
മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ വീഡിയോ മുമ്പിലെത്തും. ആ വീഡിയോ കാണുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാകും. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അടുത്ത ചോദ്യമാണ്, ചേച്ചി ട്രാൻസ്ഫർ ഡൺ 11 days ആയി, ബീറ്റ HCG 74 പോസിറ്റീവ് ആണോ? തീർച്ചയായിട്ടും പോസിറ്റീവ് ആണ്. കോൺഗ്രാറ്റ്സ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ബീറ്റ HCG ടെസ്റ്റ് നോക്കുക. ബീറ്റ HCG ഡബിൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടേത് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും ഡൗട്ട്സ് ആണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്ത് ഉത്തരം പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച എല്ലാ ഡൗട്ട്സിൻ്റെ ഉള്ള ആൻസർ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇനിയും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.